യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 2 മക്കബായരുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെ അങ്കുലീചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് ഈ തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ലോകം മുഴുവനും നിനക്കെതിരെ വന്നാലും, ലോകം മുഴുവനും നിനക്കെതിരെ ശത്രുവായി തിരിഞ്ഞാലും, ദൈവത്തിൻ്റെ തള്ളവിരൽ മാത്രം മതി അതിനെതിരെ പോരാടുവാൻ. അങ്ങനെ നിന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിലാണ് നീ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നത്. ആ ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ആ ദൈവത്തോടൊപ്പമാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, നിന്റെ ഓരോ നിമിഷവും ആ ദൈവത്തോടൊപ്പമാണെങ്കിൽ, ദൈവാനുഗ്രഹം നിന്നിൽ നിറഞ്ഞു നിൽക്കും. ഒരു തിന്മയ്ക്കും നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല. നീ പൂർണ്ണ സംരക്ഷണത്തിലായിരിക്കും. നമുക്ക് ആ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങൾ നമ്മളെയും നമ്മുടെ മക്കളെയും ഈ ലോകം മുഴുവനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ഇന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഏത് നിമിഷവും നമ്മളെ സഹായിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. തിരിച്ചൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല, നീ ആ പിതാവായ ദൈവത്തിൻ്റെ മകനും മകളുമായതുകൊണ്ട് മാത്രം. നിന്നെ സംരക്ഷിക്കേണ്ട കടമ ദൈവത്തിൻ്റേതായതുകൊണ്ട് മാത്രം. ആ ദൈവത്തിൻ്റെ മുന്നിൽ നമുക്ക് ശിരസ്സ് നമിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ദൈവവുമായ സ്നേഹനിധിയായ സർവശക്തനായ സർവാധിപനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ നമുക്ക് കുമ്പിടുകയും ആ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഈ നിമിഷം നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.